നമസ്കാരം, എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജ് സ്പ്രിംഗ് റോൾസ് ആണ്. ഇതൊരു 4 മണി പലഹാരമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ സമോസയുടെ ഒക്കെ വേറൊരു രൂപം, ഒരു ചേട്ടനൊക്കെ ആയിട്ട് വരും. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളതുപോലെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് മൈദ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം മൈദയാണ്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ആട്ട യൂസ് ചെയ്യാം, കുറച്ച് ഹെൽത്തി ആയിട്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തേക്കും ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറം വശം ഒന്ന് ഹാർഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടു, ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിനൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കുന്ന പോലെ തന്നെ ഇതിന് ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഏകദേശം ഇതിന് നമുക്ക് ഒരു 8 ബോൾ കിട്ടും. നമ്മൾ 250 ഗ്രാം മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്കൊരു 8 ബോൾസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഒരു മീഡിയം തിക്നെസ്സിൽ ഇതിനൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലിയ റൗണ്ടൊന്നും ആവണമെന്നില്ല, നമുക്കൊരു മീഡിയം സൈസിൽ പരത്തിയെടുക്കാം. കണ്ടു, ഈ ഒരു സൈസിൽ വേണം നമ്മളിതിനെ പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. കണ്ടു, ഇപ്പം ഞാനിവിടെ 8 എണ്ണം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 8 എണ്ണം സെപ്പറേറ്റ് ചുട്ടെടുക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ലെയറായിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ചപ്പാത്തി ഇതേപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദ വെച്ച് പരത്തിയെടുത്ത ചപ്പാത്തിയാണ്. അതിന് മീതെ ഇതേപോലെ ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന് മേലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ലെയറായിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കും. കേട്ടോ, ഇനി ഇതിന് മീതെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മീതെ കുറച്ചും കൂടി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. നമ്മളിത് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചുട്ടെടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. മൊത്തം ഞാനിവിടെ 4 ചപ്പാത്തിയാണ് എടുക്കുന്നത്. അതായത് 4 ഇത് പരത്തിയെടുത്തത് 4 എണ്ണം മേലെ ഇതേപോലെ ഓയിൽ വെച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മീതെ ചെറുതായിട്ടൊന്ന് പൊടി തൂക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് നല്ല തിന്നായിട്ട് നല്ല വലുപ്പത്തിലുള്ള ഒരു ചപ്പാത്തിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഇടയ്ക്ക് എല്ലാത്തിലും ലെയറിൽ മീതെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ ഇതിനെ പരത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഇത് ഒറ്റയ്ക്കൊക്കെ ആയിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലുപ്പത്തിൽ നമുക്ക് കിട്ടാൻ പാടാണ്. കണ്ടോ, അപ്പോൾ നല്ല തിന്നായിട്ട് നമ്മൾ നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 4 ചപ്പാത്തിയും കൂടെ ഇതേപോലെ ലെയറായിട്ട് വെച്ച് അതും ഇതേപോലെ പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മൾ 4 ലെയർ ചപ്പാത്തി വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ,
ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കും ഇതിൽ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതേപോലെ നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ ഓയിലൊന്നും ആക്കാണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, നന്നായി പൊന്തി വരുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ലെയർഡായിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ മൊത്തം 8 ചപ്പാത്തീനെ ഇതേപോലെ 4 വെച്ചിട്ട് 2 ചപ്പാത്തി ആയിട്ടാണ് ഇതേപോലെ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ചുട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, 2 ഭാഗവും നന്നായി വേവുന്ന വരെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. കണ്ടോ, ഇനി നമുക്കിതിനെ ഓരോ ലെയറായിട്ട് ഇതേപോലെ അടർത്തി മാറ്റാൻ പറ്റും. കണ്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ തീരെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സെക്കൻഡ് ലെയർ കണ്ടോ, അത് നമുക്കിതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഓരോ ലെയറായിട്ട് ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 4 ചപ്പാത്തിയാണ് ഈ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 4 ലെയർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല തിന്നായിട്ടുള്ള 4 സ്ലൈസ് കിട്ടിയിട്ടുണ്ട്. 4 സ്ലൈസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ചപ്പാത്തിയും കൂടെ ഇതേപോലെ ലെയറാക്കി വെച്ച് അതും ചുട്ടെടുക്കാം. കണ്ടോ, ഇതും ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 കണ്ടോ. അപ്പോൾ നമ്മുടെ 8 ചപ്പാത്തി 8 ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള വെജിറ്റബിൾസ് നോക്കാം. എങ്ങനെയാണ് മസാല ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുറച്ച് സോയാ സോസും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ ക്യാബേജ്. ഇത് 3ഉം നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രയും ചെറുതാക്കി അരിയുന്നോ അത്രയും ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അതിൽ ഫില്ലിങ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബീൻസ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീൻസും ക്യാരറ്റും അതൊക്കെ നന്നായിട്ടൊന്ന് വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങനീര് ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മൈദ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനൊരു പേസ്റ്റ് രൂപേണ നമുക്ക് ആക്കിയെടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപേണ ആക്കിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപേണ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ലെയർഡായിട്ടുള്ള ചപ്പാത്തി എടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ 1 ലെയർ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് അതേപോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ പേസ്റ്റ് ഇതേപോലെ ഒന്ന് സൈഡിലൊന്ന് ആക്കി കൊടുക്കാം.
എന്നിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. ഇത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ ആ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എൻഡ് പോർഷനിലും നമുക്ക് മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ നമ്മൾ ഇതിനുള്ളിൽ വെച്ച് നമ്മുടെ ഷേപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതേപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മുക്കി, അതായത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. കണ്ടോ, ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയായി വരുന്നവരൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഷെയ്ഡ് വരും, അതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ സമോസയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.